വൃഷഭാനുസുതേ ദേവേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മൾ ഇപ്പോൾ സാഖ്യയോഗമാണ് ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഭാഗം 1, ഈ ആഴ്ച ഭാഗം 2. കപിലവാസുദേവൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നതാണ്. കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ കണ്ടു എങ്ങനെ മാതാ ദേവഹൂതി ഒരു യോഗിനിയുടെ ജീവിതമാണ് നയിച്ചത്. പൂർണ്ണമായിട്ടും തപസ്യയെ മാത്രം മുതൽക്കൂട്ടാക്കി വച്ചിട്ടുണ്ടായിരുന്ന ഒരു ജീവിതം. അത് കഴിഞ്ഞ് കപിലവാസുദേവൻ അവിടെ അവതരിക്കുന്നു, ജന്മം കൊള്ളുന്നു. ഉടൻ തന്നെ ആ കുഞ്ഞ് വളരുകയും ചെയ്തു. അപ്പൊ കർദമ മഹർഷി തൻ്റെ പത്നിയായ ദേവഹൂതിയെ കപിലവാസുദേവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ തപസ്യ തുടരാനായി മാറിപ്പോകും. അപ്പൊ വളർന്ന മകൻ, ഭർത്താവിനെ പിരിഞ്ഞ ഭാര്യ, വല്ലാതെ അവരെ എന്താ പറയാ, ഒരു വേദന, വിരഹവും വേദനയും ഒറ്റപ്പെടലും ഇതെല്ലാം ആ അമ്മയെ, ദേവഹൂതിയെ വല്ലാണ്ട് വാട്ടുന്നു. അപ്പോ അവതാരമായ തൻ്റെ മകന്റെ അടുത്ത് നല്ല ഒരു മനോഹരമായ സംഭാഷണം, അമ്മയും മകനും. അതൊരു 5-6 അധ്യായമുണ്ട് ഭാഗവതത്തില്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് 3-ാം സ്കന്ധത്തിൽ 30-ാമത്തെയും 31-ാമത്തെയും അധ്യായം. അമ്മയ്ക്കും മകന്റെയും ഇടയ്ക്കുള്ള സംവാദം. 30-31 അമ്മ ഒരുപാട് ചോദ്യങ്ങൾ, കുടുംബത്തിനെ കുറിച്ചും ജനനത്തിനെ കുറിച്ചും മരണത്തിനെ കുറിച്ചൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ അമ്മ ചോദിക്കുന്നു. അതനുസരിച്ച് മകനും വാസുദേവൻ, കപിലവാസുദേവൻ അമ്മയ്ക്ക് മറുപടി പറയുന്നു. അതിസുന്ദരമായ ഭാഗമാണ് 3-ാം സ്കന്ധത്തിൽ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോ ഇത് കുറച്ച് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ചിലപ്പം കുറച്ച് കടുപ്പമായിരിക്കും. അത് ആരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്. അതെല്ലാം ഭാഗവതത്തിൽ 3-ാം സ്കന്ധത്തിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ സത്സംഗം കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച തൊട്ട് സത്സംഗത്തിൽ വരാതെയും ഇരിക്കരുത്. അതുകൊണ്ട് ഞാൻ എല്ലാം മുൻകൂർ ജാമീൻ എടുത്തിട്ടാണ് ഇന്നത്തെ സത്സംഗം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കാരണം ചില ഭാഗങ്ങളെല്ലാം വളരെ കടുപ്പമേറിയതായിട്ടുള്ള ഭാഗങ്ങളാണ് ശ്രീമദ് ഭാഗവതത്തില്. അപ്പോ അമ്മ മകനെ സമീപിച്ച് പറയുന്നു, കപില, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പതി എന്നെ വിട്ട് പിരിഞ്ഞു പോയതിന് ശേഷമുള്ള ജീവിതം ഞാൻ നയിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടു പോയോ എന്ന ഭയം എൻ്റെ മനസ്സിനെ പിടിച്ചു വലയ്ക്കുന്നു. ആരും എനിക്ക് ആശ്രയമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സമാധാനം നൽകുന്ന ചില വാക്കുകൾ നീ എനിക്ക് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കപിലവാസുദേവനെ ദേവഹൂതി മാത സമീപിക്കുന്നു. അതിസുന്ദരമായ ഭാഗം. അപ്പൊ ആദ്യം കപിലൻ വളരെ സ്നേഹത്തോട്, അമ്മ, ഈ പ്രപഞ്ചത്തില് മേഘങ്ങളില്ലാത്ത അവസ്ഥയുമില്ല, കാറ്റില്ലാത്ത അവസ്ഥയുമില്ല. അപ്പോ എല്ലാ കാർമേഘങ്ങളും മഴ ചൊരിയിക്കുന്നില്ല. ചിലപ്പോൾ കാറ്റ് ഈ മേഘത്തിനെ പറത്തി മാറ്റി കലച്ചുവിടും.
അതായത് മേഘങ്ങളെല്ലാം കറുത്ത് മഴ പെയ്യാനായിട്ട് അങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടായ കാറ്റ് കാരണം ഈ മേഘങ്ങളെല്ലാം നാനാദിശയിൽ ചിതറിപ്പോവുകയും അവിടെ മഴ നഷ്ടമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് അമ്മ, നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാവരും സ്വപ്നം പോലെ ജീവിതത്തിനെ ഇങ്ങനെ കൂട്ടി വരും. ഒരു ദിവസം തീർച്ചയായിട്ടും കാറ്റ് വന്നിട്ട് ഈ മേഘത്തിനെ നാനാദിശയിൽ തെറിപ്പിച്ച് കളയും. അതിലിരുന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് അമ്മയെടുത്ത് പറയാം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, എല്ലാവരുടെ ജീവിതത്തിലും കാലം പരീക്ഷണമായി ഒരു തവണയെങ്കിലും വന്നിരിക്കും. സമയം വരാതെ ഇരിക്കത്തേ. ഒരു പ്രാവശ്യമെങ്കിലും കാലം വന്നിട്ട് അവരെ പരിശോധിച്ചിരിക്കും. ഇതിൽ യാതൊരു സംശയവുമില്ല എന്നാ പറയുന്നത്. സമയം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു പരീക്ഷണ ഘട്ടമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ പരീക്ഷണം ഉണ്ടായിരിക്കും. പരീക്ഷണമില്ലാതെ അവസ്ഥയേ ഇല്ല എന്നാണ് പറയുന്നത്. കപിലവാസുദേവൻ പറയുന്നു, ഒരു പരീക്ഷണ ഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും ചിലപ്പം തുടക്കത്തിൽ വരാം, ചിലപ്പം മധ്യേ വരാം, ചിലപ്പം അവസാനം വരാം. പക്ഷെ പരീക്ഷണ ഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും ഒരു തവണയെങ്കിലും വന്നിരിക്കും. ശരി, ഇപ്പൊ എന്റെ സുഹൃത്തുക്കളും ഭക്തന്മാരും നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. ഏത് കാലത്ത് പരീക്ഷണ ഘട്ടങ്ങൾ വരുന്നതാ നല്ലത്? തുടക്കകാലത്തോ, മധ്യയോ, അവസാനമോ? എപ്പോഴാണ് പരീക്ഷണ കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നല്ലത്? ആൻസർ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. മിഡ് ഒരാൾ പറഞ്ഞു, നടുക്ക്, ചിലര് മിഡിൽ, ചിലര് ബിഗിനിങ് എന്ന് പറഞ്ഞു, തുടക്കം. ശരി, കുറെ പേര് തുടക്കം എന്ന് പറയുന്നു. ശരി, ശരിയായ ഉത്തരവും അത് തന്നെയാണ്. തുടക്കകാലത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ വളർന്ന് യുവാവാകുന്ന കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾ ഓർമ്മയിൽ എടുക്കില്ല, അത് മറന്നു പോകും, മാറിപ്പോകും. എല്ലാ ഭക്തന്മാരും ശരിയായ ഉത്തരവാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഒഴിവാക്കാൻ പറ്റില്ല, ഒഴിവാക്കാനേ സാധിക്കില്ല. എത്രയോ പ്രാവശ്യം കാർമേഘങ്ങൾ മഴ ചൊരിയിക്കാനായി ഒത്തുകൂടും. പലപ്പോഴും കൊടുങ്കാറ്റ്, നല്ല ശക്തിയുള്ള കാറ്റ് വന്ന് അടിച്ച് ഇതിനെ പല ദിശയിലാക്കി കളയും. ശാശ്വതമായി ഇരിക്കില്ല. ചില കാർമേഘം മഴ പെയ്യിക്കും. അതേപോലെ ഇവിടെ തേനീച്ചയ ഉദാഹരണമായി പറയുന്നു. ഈ സ്വാർത്ഥനായ തേനീച്ച ഈ പൂവിന്റെ മകരന്തത്തിൽ അതിലിരുന്ന് ആ തേനെല്ലാം എടുത്ത് തേൻകൂട് വർഷങ്ങളായി അത് കെട്ടിവെക്കും. മാസങ്ങൾ എടുത്ത്, ചിലപ്പം വർഷങ്ങൾ എടുത്ത് ചേർത്ത് വയ്ക്കും. ആ ഹണി കോംബ്, ആ കൂട് നിറയുമ്പോ ഒരു ദിവസം ആരെങ്കിലും വന്ന് ആ തേനീച്ചകളെ ഓട്ടിച്ചു വിടുകയോ പുകയിടുകയോ തീയിടുകയോ ചെയ്ത് ആ തേനിനെ അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇതുവരെ ഒരു പ്രപഞ്ചത്തിൽ ഒരു തേനീച്ച പോലും ഇല്ല സ്വന്തമായിട്ട് തേൻ അനുഭവിച്ചതായിട്ട്. ഒരു തേനീച്ചയും ഇല്ല. അവയെല്ലാം തേൻ ശേഖരിക്കുന്നത് അവർക്ക് ഒരിക്കലും ഉപയോഗപ്പെടില്ല. അത് വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അതേപോലെ ഒരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിന് തയ്യാറാകുന്ന ഒരു മനസ്സാണ് ആത്മീക മനസ്സ്. പക്ഷെ 99% പരാജയപ്പെടും. പക്ഷേ കരുത്തായ മനസ്സ്, ഈ കാര്യം അറിഞ്ഞാൽ, ഇതിന് നല്ലൊരു ഉദാഹരണം പറയാം. ആലോചിച്ച് നോക്കൂ. രണ്ടാൾക്കാരുണ്ട്. ഒരാൾക്കറിയാം ഇന്ന് എനിക്ക് ഭക്ഷണം വൈകിട്ട് 4 മണിക്കേ കിട്ടുള്ളൂ, ഉച്ചഭക്ഷണം എനിക്കില്ല എന്ന് വ്യക്തമായിട്ട് ഒരാൾക്കറിയാം. ഇനി ഒരാൾക്ക് അറിയില്ല. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ജോലിക്ക് പോയിരിക്കുകയാണ്. രണ്ടുപേർക്കും 4 മണിക്കാണ് ഭക്ഷണം. പക്ഷെ ഒരാൾക്കറിയാം, ഒരാൾക്കറിയില്ല. അപ്പൊ ഈ അറിയാത്ത ആൾ എന്ത് ചെയ്യും? മണി 12 ഭക്ഷണം ഇതുവരെ വന്നില്ലല്ലോ. 1 ഭക്ഷണത്തിനും കണ്ടില്ലല്ലോ. 2 എനിക്ക് വിശക്കുന്നു, കണ്ണ് കാണാൻ പറ്റുന്നില്ല
എനിക്ക് വല്ലാത്ത വിശപ്പാണ്, എന്താ ഭക്ഷണം വരാത്തത് എന്ന് വിഷമിച്ച്. ഇപ്പോ ഈ 2 പേരിൽ കൂടുതൽ ആർക്കായിരിക്കും വിഷമം? അറിയാവുന്ന ആൾക്കോ 4 മണിക്ക് വരുമെന്ന് അറിയാവുന്ന ആൾക്കാണ്, അറിയാത്ത ആൾക്കാണ്. ഫോർ എക്സാമ്പിൾ, അറിയാവുന്ന ആള് 4 മണിക്കാണ് ഇന്ന് ഭക്ഷണം വരുന്നത് എന്ന് അറിയാവുന്ന ആള് നമ്പർ 1. ഭക്ഷണം ഇന്ന് താമസിച്ചു വരും എന്ന് അറിയാത്ത ആള് നമ്പർ 2. അപ്പോ ആർക്കാണ് കൂടുതൽ വിഷമം ഉണ്ടാവുക? നമ്പർ 1-നാണോ നമ്പർ 2-നാണോ? ആൻസർ ചെയ്യൂ. കറക്റ്റ്. അറിയാത്ത ആളിനാണ് വിഷമം കൂടുതലായിരിക്കും. അറിയുന്ന ആൾക്ക് വിഷമം ഉണ്ടാവില്ല. മേ ബി ചിലർക്ക് അത് മാറിപ്പോയി, ഞാൻ പറഞ്ഞപ്പോ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതായത് ഇന്ന് 4 മണിക്ക് ഭക്ഷണം കിട്ടും എന്ന് ഇനി അറിയാമെങ്കിൽ എനിക്ക് വിഷമമില്ല, 4 മണിക്ക് വരും എന്ന് നേരത്തെ മുൻകൂട്ടി അറിയാം. ഇത് അറിയാത്തവൻ 1 മണിയായല്ലോ, 2 മണിയായല്ലോ, 4 മണിയായല്ലോ, ഇങ്ങനെ വേവലാതിയും വിഷവും, എന്തായോ പറ്റിയത്, ഇന്ന് ഭക്ഷണം ഇനി വരൂല്ലേ എന്ന് പേടിക്കാൻ തുടങ്ങും. അതേപോലെ ആത്മീക ജ്ഞാനം മനസ്സിലാക്കിയ ഒരാള് ജീവിതം എന്ന് വെച്ചാൽ സുഖവും ദുഃഖവും മാറി മാറി വരും, ലാഭവും നഷ്ടവും മാറി മാറി വരും എന്ന് മുൻകൂട്ടി അറിയുന്ന ഒരാൾക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഏവരുടെ ജീവിതത്തിലും ഒരു പരീക്ഷണം ഉറപ്പാണ്. ചിലർക്ക് 1-ൽ കൂടുതൽ ഉണ്ടാവും, ചിലർക്ക് ജീവിതമേ മൊത്തം പരീക്ഷണമായിരിക്കും. അങ്ങനെ ഉള്ളവരുണ്ട്. ഇപ്പൊ നമ്മൾ ഭാഗവതത്തിൽ കുന്തി മഹാറാണിയുടെ കഥ എടുത്തു കഴിഞ്ഞാൽ എന്നും പരീക്ഷണമാ കുന്തി മഹാറാണിക്ക്, എന്നും. വിപതഃ സന്തുത ശാശ്വത് തത്ര തത്ര ജഗദ്ഗുരു. കൃഷ്ണ, എന്റെ ജീവിതം മൊത്തം വിപത്തുക്കളാ. വിപത്ത് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതകരമായി വരുന്ന വേദന, ഇതിനെ വിപത്ത് എന്ന് പറയാം. ആക്സിഡൻസ്. പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ ഒരു അടി കിട്ടും, അപ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അടീനെയാണ് വിപത്ത്. കൃഷ്ണ, വിപത്തഃ എന്താ പറയാ, വിപത്തഃ മറന്നുപോയാ വരി, ശാശ്വത്. നിരന്തരമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ വിപത്തുക്കളെ മാത്രമേ കണ്ടിട്ടുള്ളൂ കൃഷ്ണ. തത്ര തത്രാ ജഗദ്ഗുരു. ഓരോ ദുഃഖം വരുമ്പോഴും ഞാൻ നിന്റെ തൃപ്പാദത്തിനെ നോക്കി ഓടി വരികയായിരുന്നു. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിഷം കൊടുത്തു വെച്ചു, കുളിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരെ വെള്ളത്തിൽ മുക്കി താഴ്ത്തി, ഉറങ്ങിക്കിടക്കുമ്പോൾ ഇല്ലത്തിന് തീ വെച്ചു ചുട്ടുകരിച്ചു, എന്റെ മരുമകളെ ഒരു സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം നടത്തി. ഇതെല്ലാം പോരാഞ്ഞിട്ട് 12 വർഷം അവരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതിലും 1 കൊല്ലം ഒരു കെണിയും വെച്ചിട്ടാ. എന്തുമാത്രം വേദനയാ കൃഷ്ണ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലേ? ദുഃഖം ജീവിതത്തിന്റെ ഭാഗമാണ്, ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ അതിനെ നേരിടാൻ കരുത്തായ മനസ്സ് ഒരു ആത്മീകവാദിക്കുണ്ടാവും. അപ്പോ കപിലവാസുദേവൻ അമ്മയെ പറഞ്ഞ് തയ്യാറാക്കുകയാണ്. അമ്മയെടുത്ത് ഇപ്പൊ ഞാൻ സത്യം പറയാൻ പോകുന്നു എന്ന് അമ്മയെ ഒന്ന് തയ്യാറാക്കുകയാണ് കപിലവാസുദേവൻ. അതുകൊണ്ട് ദുഃഖം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. ആത്മീകവാദി നിരന്തരം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സാധനയിൽ കൂടെ ശക്തനാക്കിക്കൊണ്ട് ഏത് വേദന വന്നാലും അവന് തടഞ്ഞു നിൽക്കാനുള്ള മനസ്സിനെ ആത്മീകവാദി ഉണ്ടാക്കുകയാണ്. പിന്നെ പറയുന്ന, അമ്മ, ഈ വേദനയ്ക്ക് കാരണം എന്താണെന്ന് അറിയാമോ? അമ്മ പറയുന്നു, എനിക്കറിയില്ല. കുടുംബാംഗങ്ങളോടുള്ള അമിതമായ ആസക്തിയാണ്. ഞാൻ ആദ്യമേ ഇന്ന് മുൻകൂർ ജാമ്യം വാങ്ങിച്ചിട്ടാണ് ഈ സാഖ്യയോഗം ഇന്ന് വിവരിക്കുന്നത്. അതുകൊണ്ട് ഭക്തന്മാർ ഇത് തെറ്റായിട്ട് എടുക്കരുത്, അടുത്ത സത്സംഗത്തിൽ വരാതെയും ഇരിക്കരുത്. അമിതമായ ആസക്തി, അതിന് കപിലവാസുദേവൻ ഒരു ഉദാഹരണം പറയുന്നു. അല്ല, ഞാൻ തുടരണോ നിർത്തണോ അതും കൂടെ അറിയട്ടെ. ഞാൻ പാട്ടിന് പറഞ്ഞുകൊണ്ട് പോയി നിങ്ങൾക്ക് വിഷമം ഉണ്ടായാലോ? യെസ് ഓർ നോ, ഞാൻ തുടർന്ന് പറയണോ നിർത്തണോ? ആരെങ്കിലും ഒരു 3-4 പേര് മാത്രം ആൻസർ പറഞ്ഞാൽ. ഓക്കെ, ഭാരത ധർമ്മഭൂമി പ്രഭു, താങ്ക് യു സോ മച്ച്. കപിലവാസുദേവൻ പറയുന്ന ഉദാഹരണം, മലം ആസ്വദിച്ച് കഴിക്കുന്ന പന്നിയെ പോലെ, കുറച്ച് കടുത്തുപോയി, മലം ആസ്വദിക്കുന്ന പന്നിയെ പോലെ. അതായത് നമ്മൾ എന്തോ മാംഗോ ജ്യൂസും കേക്കും കേസറിയും ഹലുവയും പായസവും കഴിക്കുന്ന പോലെയാണ് ഒരു പന്നി മലം ആസ്വദിച്ച് കഴിക്കുന്നത്. മലത്തിനെ ആസ്വദിച്ച് നക്കി രുചിച്ച് കഴിച്ചിട്ട്
വയറ് നിറയുമ്പോൾ ആ പന്നി വിചാരിക്കുന്നു, ഇന്ന് എനിക്ക് മഹാഭാഗ്യമാണ്, സൗഭാഗ്യമാണ്, എന്റെ വയറ് നിറഞ്ഞു, ഞാൻ ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും സന്തോഷവാനാണ് എന്ന പന്നി വിചാരിക്കും. ഇത് കേൾക്കുമ്പോ നമുക്കൊരുമാതിരി അരോചകം തോന്നുന്നില്ലേ? ഇല്ലേ? ഇതുപോലെയാ നമ്മുടെ നൈമിഷിക സുഖത്തിനെ ദേവന്മാർ കാണുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പന്നി എന്തുമാത്രം മലത്തിനെ ആസ്വദിച്ച് കഴിക്കുന്നുവോ, അതിനെ കേൾക്കുമ്പോൾ നമുക്കൊരു അരോചകം തോന്നുന്നത് പോലെ, ഒരു ഇറിറ്റേഷൻ തോന്നുന്നത് പോലെ, നമ്മുടെ നൈമിഷികമായ സുഖം, നമ്മുടെ താൽക്കാലികമായ സുഖത്തിനെ ദേവന്മാരിങ്ങനെയാ കണ്ടിച്ചിരിക്കും. നോക്ക്, ഇവരുടെ സുഖം അയ്യേ ഇത്രയേ ഉള്ളൂ, വെറും വെറും അതപ്പതിച്ച ജന്മങ്ങളാണ് എന്ന ഈ ഉദാഹരണമാണ് പറയുന്നത്. ഒരു പന്നി മലത്തിനെ ആസ്വദിക്കുന്നത് പോലെയും കൃമികീടങ്ങൾ ചെഴിയിൽ ശവങ്ങളുടെ ഇടയിലൊക്കെ പുഴുക്കൾ ഉണ്ടാകുന്നത് പോലെയും ഒട്ടകം കള്ളിപ്പാല് കുടിക്കുന്നത് പോലെയും. ഒട്ടകം മരുഭൂമിയിൽ ഇങ്ങനെ പോകുന്നപ്പോ അതിന് വിശക്കും, അതിനും ദാഹിക്കും. അപ്പൊ അത് നോക്കുമ്പോ കുറെ കള്ളിച്ചെടികൾ ഉണ്ടാവും, കാക്ടസ്, കള്ളിച്ചെടി. ഈ ഒട്ടകം ചെന്നിട്ട് അതിനെ ചവച്ചങ്ങ് തിന്നുമ്പോ ഈ കള്ളി വായിലെല്ലാം കുത്തി, നാവിലും എല്ലാം കുത്തി മൊത്തം മുറിഞ്ഞു ചോര വരും. ഈ ഒട്ടകം ചോരയെ കുടിച്ചിട്ട് ആഹാ, കള്ളി ജ്യൂസ് എന്ത് ടേസ്റ്റ് ആണെന്ന് വിചാരിക്കും. അത് കള്ളിച്ചെടി ജ്യൂസ് അല്ല, സ്വന്തം ജ്യൂസാണെന്ന് ആ ഒട്ടകത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോ ഒരു പന്നി മലത്തിനെ ആസ്വദിക്കുന്നത് പോലെ, പുഴുക്കൾ കൃമികീടങ്ങളെ ആസ്വദിക്കുന്നത് പോലെ, ഒട്ടകം കള്ളിച്ചെടിയെ ആസ്വദിക്കുന്നത് പോലെയാണ് നമ്മളും ഈ ലൗകിക സുഖം ആസ്വദിക്കുന്നത്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ അത് അത്ര താഴ്ന്ന സുഖമാണ്. പക്ഷെ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നില്ല, അല്ലേ? എത്ര പറഞ്ഞാലും സമ്മതിക്കുന്നില്ല. അപ്പോ ഇവിടെ ദേവേന്ദ്രന്റെ കഥയാ ഉദാഹരണമായി പറയുന്നത്. ദേവേന്ദ്രൻ ഒരു തെറ്റ് ചെയ്തപ്പോ, ഇന്ദ്രൻ സ്വർഗത്തിന്റെ അധിപതി, അമരാവതിയെ തലസ്ഥാനമായി കൊണ്ടിരിക്കുന്ന ചക്രവർത്തി ദേവേന്ദ്രൻ ഒരു തെറ്റ് ചെയ്തപ്പോ ഭൂമിയിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കേണ്ടി വന്നു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് പത്നിയും മക്കളും അവരായിട്ടുള്ള അറ്റാച്ച്മെന്റ്, കുടുംബം, സ്ഥാനമാനം, അതിനുവേണ്ടി പണം ഉണ്ടാക്കുക, എന്റെ വീട്, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ മക്കള് എന്നൊക്കെ പറഞ്ഞ് വളരെ അറ്റാച്ച്മെന്റ് ആയിരുന്നു സ്വന്തം കുടുംബത്തിനോട്. അങ്ങനെ ഒന്ന് വയസ്സായ അറിയാലോ, നമ്മളെ വീട്ടിന്റെ സെക്യൂരിറ്റി ആക്കിയിട്ട് പോകും മക്കളൊക്കെ. 3 മണിക്ക് ഗ്യാസ് സിലിണ്ടർ വരും, 4 മണിക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരും, കറണ്ട് ബില്ല് വരും, അത് വാങ്ങിച്ചു വെച്ചാൽ പിന്നെ വയസ്സായ പിന്നെ നമുക്ക് സെക്യൂരിറ്റി ജോലിയാ വീട്ടില്, റൈറ്റ്? അങ്ങനെ സെക്യൂരിറ്റി ആയിരിക്കുന്നു. സ്വന്തം എന്റെ വീട്, എന്റെ മക്കൾ, എന്റെ വീട്, എന്റെ മക്കൾ, ഇതിനെ തന്നെ ചിന്തിച്ച് ദേവേന്ദ്രൻ മരിക്കുകയും ചെയ്തു. നാരദമുനി വന്ന് പറയും, ഇന്ദ്ര, നീ എന്ത് മണ്ടത്തരവാ കാണിക്കുന്നു? സ്വർഗത്തിന്റെ അധിപനാ നീ, എല്ലാം മറന്ന് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ച് വിട്ടിട്ട് വാ, ഇതെല്ലാം കളഞ്ഞിട്ട് വാ. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, അയ്യോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇപ്പൊ കുഞ്ഞുങ്ങളായതല്ലേ ഉള്ളൂ, ഇപ്പൊ ചെറുമക്കളായതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞു വരാം. ഇതിലുള്ള ആസക്തി നമുക്ക് ഒരിക്കലും മടുക്കൂല. മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്സ് ഒരിക്കലും നമുക്ക് തൃപ്തികരമാവില്ല. അവസാനം എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട് എന്ന് വിചാരിച്ച് ആ വീട്ടിൽ തന്നെ വീണ്ടും നായയായി ജനിച്ചു, പട്ടിയായി ജനിച്ചു. പട്ടിയുടെ ജോലി എന്താ? ബൗ 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 ബൗ, ഈ വീട്ടിനെ ചുറ്റി ഓടി വരും, എന്റെ വീട്, എന്റെ വീട്, എന്റെ വീട് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര വിശ്വാസമായ യജമാനോട് അവൻ കളയുന്ന ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി പട്ടി ജീവിതം വരെ കൊടുക്കും. ഭയങ്കര വിശ്വാസം യജമാനനോട്, എന്റെ വീട്, എന്റെ വീട്. അത് വലിയ കഥയാണ്. ബ്രാഹ്മണനായി, പിന്നെ പട്ടിയായി, പിന്നെ വേറെ മൃഗങ്ങളായി, അങ്ങനെ അവസാനം ഒരു മൺപുഴുവായി ജനിച്ചു. ഓരോ തവണയും നാരദ മഹർഷി വന്ന് പറയും, ഇന്ദ്ര, ഇപ്പോഴെങ്കിലും കളഞ്ഞിട്ട് വന്നൂടെ എന്ന് ചോദിച്ച് അവസാനം മൺപുഴുവായി അതേ വീട്ടിൽ. അപ്പോ നാരദർ ചോദിക്കും, ഇന്ദ്ര, നിന്റെ അവസ്ഥ ഒന്ന് നോക്ക്, നീ മൺപുഴുവായിട്ടാ ജനിച്ചിരിക്കുന്നത്, ഇപ്പോഴെങ്കിലും നീ ഈ വീട് ഉപേക്ഷിച്ചിട്ട് വന്നൂടെ എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രൻ പറയും, മൺപുഴു പറയും, നാരദമുനി, എന്റെ ചെറുമകൻ
ഈ വീട്ടില് മുഴുവനും മലമൂത്രങ്ങൾ വിസർജിച്ച് വെച്ചിരിക്കുകയാണ്. കൊച്ചുകുട്ടിയാ. അപ്പൊ ഈ മൺപുഴു പറയാ, ഇതെല്ലാം ഞാൻ കഴിച്ചു വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത് ആര് വൃത്തിയാക്കും? റൈറ്റ്? അറ്റാച്ച്മെന്റ് അത് നമ്മളെ ആത്മീകമായി ചിന്തിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ അറ്റാച്ച്മെന്റ് ആവാം എന്ന് ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുള്ളത്, ഒരു ഡിസ്കൗണ്ട്. 25-ന്റെയും 50-ന്റെയും ഇടയ്ക്ക് കുറച്ച് അറ്റാച്ച്മെന്റ്സ് ആവും. 50 ആയാൽ പ്രഹ്ലാദ് മുനി പറയുന്നു, പ്രഹ്ലാദ് മഹാരാജാവ് പറയുന്നു, പഞ്ചവർഷം വനം വ്രജേത്. എങ്ങോട്ട് പോണം? കാട്ടിൽ പോണം. 50 വയസ്സായാൽ. പക്ഷെ ഇന്ന് കാടും വീടും ഒന്നും ഇല്ല. എന്നിരുന്നാലും 50 വയസ്സായാൽ പതുക്കെ പത്രവും പ്രമാണവും താക്കോലും എല്ലാം അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് പതുക്കെ നമ്മൾ കൃഷ്ണ എന്ന് പറഞ്ഞ് ഈ ലോകത്തിലുള്ള ആസക്തിയെല്ലാം വിടാം. ഇതിന് പഞ്ചതന്ത്രത്തിൽ ഉപനിഷത്തിൽ പറയുന്ന ഉദാഹരണം എന്താന്ന് വെച്ചാല്, ചെറിയ വായുള്ള ഒരു കലത്തിനകത്ത് വലിയൊരു മാമ്പഴം ഇരിക്കുന്നു. കുരങ്ങൻ കണ്ടു ഈ മാമ്പഴത്തിന്, ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പൊ എന്താ, ഇത് കയ്യിനെ കുത്തി, ആ കലത്തിനകത്ത് കയ്യിനെ കുത്തി ഇറക്കി കയറ്റി മാമ്പഴത്തിനെ പിടിച്ചു. ഇപ്പൊ കൈ പുറത്തു വരുന്നില്ല. കൈ എപ്പോ പുറത്തു വരും? ഈ മാമ്പഴത്തിനെ വിട്ടാൽ കൈ പുറത്തു വരും. പക്ഷെ കുരങ്ങും വിടൂല്ല. ഇതാണ് നമ്മുടെ മനസ്സ്. വേദന, ദുഃഖം ഞാൻ എന്റെ തലയിൽ എടുത്തു വെച്ചതാ. ഇറക്കി വെച്ചാൽ ദുഃഖം പോയി. പക്ഷെ നമുക്ക് പണത്തിനോടുള്ള അറ്റാച്ച്മെന്റ്, സ്ഥാനമാനങ്ങൾ, ഞാൻ ഹെഡ് ക്ലർക്കാണ്, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, ഞാൻ കുടുംബത്തിലെ വെച്ച് ഏറ്റവും മൂത്തത് ഞാനാ, ഞാൻ പറയുന്നതാണ് ബാക്കി എല്ലാരും കേൾക്കുന്നത്. ഇങ്ങനെ ഓരോ മുൾക്കിരീടവും തൂക്കി വെച്ചിട്ട് അഭിമാനത്തോടിരിക്കും. അമ്മയെ തയ്യാറാക്കുകയാണ് കപിലവാസുദേവൻ. വേണ്ട അറ്റാച്ച്മെന്റ്. ഭർത്താവ് എന്ന് പറഞ്ഞ് ആ ഒരു അറ്റാച്ച്മെന്റ് വേണ്ട, നീ തയ്യാറായിക്കോ. കാരണം നമ്മുടെ പിതാവ് കർദമ മഹർഷി തപസ്യയെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വനത്തിൽ പോയി കഴിഞ്ഞു. ഇനി നീ എന്താണ് ചിന്തിക്കേണ്ടത്? ഈശ്വരന്റെ തൃപ്പാദങ്ങളാ ചിന്തിക്കേണ്ടത്. വീണ്ടും വീണ്ടും ഇത് വേണ്ട, അമ്മയെ പതുക്കെ തയ്യാറാക്കുകയാണ്. കുടുംബത്തിന്റെ ആസക്തി എന്താണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പരാജയപ്പെട്ട കുടുംബം എന്താണ്? ഇപ്പൊ കുടുംബാസക്തി നല്ലതാണ്, ഓക്കെ, എല്ലാവർക്കും അറ്റാച്ച്മെന്റ് വേണം. കാരണം ഒരു അമ്മയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താൻ പറ്റുള്ളൂ. ഹസ്ബൻഡിന്റെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ആണ് ഹസ്ബൻഡിനെ പരിപാലിക്കാൻ സഹായിക്കുന്നത്, സേവിക്കാൻ, അതൊക്കെ ശരിയാണ്. ഒരു ഫെയിലിയർ ഫാമിലി, നിരാശയുള്ള ബന്ധങ്ങളുടെ ഇടയ്ക്ക് 100% തൃപ്തിയല്ലാത്ത ഒരു കുടുംബം, അങ്ങനെ ഇന്ന് കാലത്ത് ഒത്തിരി ഉണ്ടല്ലോ. ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടാത്ത വൈഫ്, വൈഫിനെ ഇഷ്ടപ്പെടാത്ത ഹസ്ബൻഡ്, രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമല്ല. ഇത്തരം കുടുംബങ്ങൾ കലികാലത്തില് വർദ്ധിച്ചുകൊണ്ടേ വരുന്നു. അങ്ങനെയും കുടുംബങ്ങളുണ്ട്. നിരാശ, ഫുൾ നിരാശ. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇടയ്ക്ക് ഡിപ്ലോമസി, പോളിറ്റിക്സ് ഇതെല്ലാം നുഴഞ്ഞു കയറും. തൃപ്തിയല്ലാത്ത പതിയും. ആലോചിച്ച് നോക്കൂ, 10,00,000 വർഷങ്ങൾക്ക് മുമ്പ് കർദമ മുനിയുടെ മകൻ കപിലവാസുദേവൻ അമ്മയ്ക്ക് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കാം. അത് 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് വ്യാസമഹർഷി ഭാഗവതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രപഞ്ചം ഉണ്ടായിടത്ത് കാലം തൊട്ട് ഇന്ന് വരെയും ഇതിനു യാതൊരു മാറ്റവും ഇല്ല. മനസ്സിന്റെ സയൻസ് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. എത്ര ഒരു സുന്ദരമായ സൈക്കോളജി ബുക്കാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ അതൃപ്തി ഉണ്ടായ കുടുംബത്തിനകത്ത് ഡിപ്ലോമസി. ഈ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഈ പണ്ടൊക്കെ ബാർബർ ഷോപ്പ് എന്നല്ല പേര്, അങ്ങനത്തെയാണ് പണ്ട് പേര് വെച്ചിരുന്നത്. മുടി വെട്ടുന്ന സ്ഥലം ബാർബർ ഷോപ്പ്. ഇപ്പൊ ബാർബർ ഷോപ്പ് എന്ന് പേര് വെക്കില്ല, അതിനെന്താണ് ബ്യൂട്ടി എന്തെങ്കിലും ഒരു പേര് വെക്കും, അല്ലേ? എന്താ, ബ്യൂട്ടി സ്പാ. ചുരുക്കത്തിൽ രണ്ടും ഒന്ന് തന്നെയാ. പക്ഷെ പേര് വെക്കുമ്പോൾ എന്ത് പറയും? പേരിനെയും മാറ്റും, ബ്യൂട്ടി സ്പാ. അപ്പൊ അത് കേൾക്കാൻ ഒരു സുഖമുണ്ട്, അല്ലേ? മുടി വെട്ടുന്നത് പേര് മാറ്റി പുതിയ. അതേപോലെ എന്താ പറയാ,
ഇപ്പൊ കണ്ണു കാണാത്തവര്, ചെവി കേൾക്കാത്തവര്, അംഗവൈകല്യം അവരെ മൊടന്തനെന്നും അന്ധനെന്നും മൂകനെന്നും കുരുടനെന്നും എന്നൊക്കെയല്ലേ പറയുള്ളൂ. ഇന്നങ്ങനെ പറയില്ല. ഫിസിക്കലി ചാലഞ്ച്ഡ് പേഴ്സൺ. ആ വാക്കിന് എന്താ പറയാ, ഒരു ചെറിയ വ്യത്യാസം. ഇതിനെയാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കാര്യങ്ങളെ കുറച്ചും കൂടെ ചാതുര്യത്തില് ബുദ്ധി ഉപയോഗിച്ച്. അപ്പൊ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയ്ക്ക് എന്താകും? നിരാശ വളർന്നു തുടങ്ങുമ്പോൾ ഡിപ്ലോമസി നുളഞ്ഞു കയറും. എന്റെ ഭർത്താവിന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടും എന്ന് വാക്കുകളെ തെരഞ്ഞെടുത്ത് വാക്കുകളുടെ കസർത്തിൽ കൂടെ അത് നമ്മൾ അവതരിപ്പിക്കും. എന്റെ ഭാര്യയെടുത്ത് എനിക്ക് എത്ര പറയണം, എത്ര പറയാൻ പാടില്ല, എന്ത് പറഞ്ഞാൽ അവൾ റിയാക്ട് ചെയ്യും, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എന്തായി? ബന്ധത്തിന്റെ ഇടയ്ക്ക് ഡിപ്ലോമസി ആയി. പിന്നെ ഡിപ്ലോമസിന്ന് പതുക്കെ പോളിറ്റിക്സ് വരും. ഭാര്യ, ഭർത്താവ്, കുടുംബം, അമ്മയും അച്ഛനും മക്കളും ചേട്ടനും അനിയന്റെയും ഇടയ്ക്ക് രാഷ്ട്രീയം വരും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് CPM, കോൺഗ്രസ് അങ്ങനത്തെ രാഷ്ട്രീയമല്ല. ചുളുവിൽ എന്റെ സ്വാർത്ഥത നേടിയെടുക്കാനുള്ള തന്ത്ര യുക്തികൾ ഇവർ ഓരോരുത്തരും ഉപയോഗിച്ച് തുടങ്ങും. പിന്നെ അത് കുടുംബമായി ഇരിക്കില്ല. കൂടുമ്പോൾ ഇൻപം ഉണ്ടാക്കേണ്ടതാണ് കുടുംബം. പിന്നെ എന്തായി? കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടായി. അങ്ങനെ എന്താവും? നിരാശയുള്ള കുടുംബത്തിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഡിപ്ലോമസിയും രാഷ്ട്രീയവും ഇതെല്ലാം ഇടയ്ക്ക് കയറാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുടുംബം പരാജയത്തിൽ ചെന്ന് അവസാനിക്കും. 5000 വർഷങ്ങൾക്ക് മുമ്പ് കപിലവാസുദേവൻ അമ്മയ്ക്ക് ഉപദേശിക്കുക, പരാജയത്തിൽ ചെന്ന് അവസാനിക്കും. പരാജയമായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെ വാക്കുകൾ കൊണ്ട് ആ വ്യക്തിയെ അങ്ങനെ ക്രൂശിക്കും. ഓ, നിങ്ങളെ വിവാഹം ചെയ്തിട്ട് എന്താ പ്രയോജനം? എത്ര നല്ല നല്ല പ്രപ്പോസലൊക്കെ എനിക്ക് വന്നിരുന്നു, ഏത് കഷ്ടകാലത്തിനാണോ നിങ്ങളെ കെട്ടിയത്? ഭാര്യ പറയും. ഭർത്താവ് വിചാരിക്കും, ഞാൻ ആ പെണ്ണിനെ കെട്ടിയാ മതിയായിരുന്നു, ഇവളെ കെട്ടി എനിക്ക് ഒരു സുഖവും കിട്ടിയില്ല. സോ ഇതെല്ലാം ഫാമിലിയുടെ ഇടയ്ക്ക് വന്നു തുടങ്ങും. നിരാശ. വാക്കുകൾ കൊണ്ട് കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു എന്ന് പറയണം, ഇല്ലെങ്കിൽ കഴിച്ചില്ല എന്ന് പറയണം. അപ്പൊ അവിടെ എന്താ പറയാൻ തുടങ്ങുന്ന ആൾക്കാര്? ഓ, ഞാൻ കഴിക്കുന്നതൊക്കെ ഇനി ആരന്വേഷിക്കാൻ? എന്റെ സുഖമൊക്കെ ഇവിടെ ആർക്ക് അറിയണം? ഞാൻ ഉണ്ടാ ചത്താന്ന് പോലും എന്നെ ആരും അന്വേഷിക്കാനില്ല എന്നുള്ള അതൃപ്തികരമായ വേർഡ്സ്. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നടത്താം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നടക്കാറുണ്ടോ? ഭക്ഷണം കഴിച്ചോ? ഓ, എന്റെ കഴിപ്പൊക്കെ ഇവിടെ ആരന്വേഷിക്കാനാ? സുഖമാണോ? ഓ, എന്നെ കുറിച്ചൊക്കെ ഇവിടെ ആർക്ക്? ഇങ്ങനെ അതൃപ്തികരമായ വാക്കുകൾ പറഞ്ഞ് ചോദിച്ചവന്റെ മനസ്സിൽ തോന്നും, ഞാൻ എന്തിനടാ ഇത് ചോദിച്ച് എന്ന് അവന് തോന്നിപ്പോകുന്ന രീതിയിൽ അങ്ങനെ ഒരു ബന്ധം എത്ര കാലം സുഖമായി പോകും? നിരാശയും വേദനയും. പിന്നെ ചിലര് ഒരു കർത്തവ്യം എന്ന് വിചാരിച്ചുകൊണ്ട് ഉന്തി തള്ളിക്കൊണ്ടു പോകും ആ ജീവിതത്തിൽ. ഫെയിലിയർ ലൈഫ്. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോഴാ നമ്മളെ വാർദ്ധക്യം കൂടെ ബാധിക്കുന്നത്. ഈ വാർദ്ധക്യവും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരെ എല്ലാത്തിനും നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ആ കുടുംബത്തിന് നമ്മൾ ഭാരമായി തീരും. കുടുംബത്തിന് നമ്മൾ ഭാരമായി തീരും. നമ്മൾ കേൾക്കുന്ന രീതിയിൽ തന്നെ മറ്റുള്ളവർ നമ്മളെ അധിക്ഷേപിക്കാനും ഇവനൊന്ന് ചത്തുപോകട്ടെ എന്ന് മറ്റു കുടുംബാംഗങ്ങൾ കാത്തിരിക്കും. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു മുത്തശ്ശനോ ആരെങ്കിലും കിടന്ന കിടക്കയിലായി പോയാല്, ബുദ്ധിമുട്ടായി പോയാൽ മറ്റുള്ളവരൊക്കെ എന്താ ആഗ്രഹിക്കുക? ഇദ്ദേഹം മരിച്ചു പോകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കും. ചിലപ്പം അവര് കേൾക്കവേ ആ വാക്കുകൾ പറയും. പിന്നെ പട്ടിക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് പോലെ കൊടുക്കും. ഓ, കൊടുത്തതൊക്കെ കഴിച്ചിട്ട് മിണ്ടാതെ ഇരിക്കണം എന്ന് വഴക്കുകൾ പറയും. നരക ജീവിതമാണ്. എല്ലാം അമിതമായ അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ വേദനയില്ല.
50 വയസ്സ് കഴിയുമ്പോ ഞാൻ നല്ല ഒരു കുടുംബം നയിച്ചു, എന്റെ മക്കളെ എല്ലാം നല്ല സ്ഥാനമാനത്ത് കെട്ടിച്ചു കൊടുത്തു, എല്ലാം ഓക്കെ, തൃപ്തികരം. ഇനി കൃഷ്ണന് വേണ്ടിയുള്ള സമയമാണ്. അപ്പൊ മകൻ വിളിക്കും, അമ്മ ഞാൻ പറയണത് എന്റെ ഭാര്യ കേൾക്കുന്നില്ല, അടിയും വഴക്കുമാണ്. ഉടനെ ഹരേ കൃഷ്ണ, നീയായി നിന്റെ കുടുംബമായി. എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് കഴിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചിട്ട് തിരിച്ചു വരും, അല്ലാതെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. താമരയിലെ വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കാൻ പഠിക്കണം. എപ്പോ? 50 വയസ്സ് കഴിഞ്ഞ്. എനിക്കറിയാം നമ്മുടെ സത്സംഗത്തിലുള്ള ആർക്കും 50 ആയിട്ടില്ല, എല്ലാവരും ചെറുപ്പക്കാരാണ്, 50 താഴെയുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അഥവാ ആരെങ്കിലും 50ന്റെ മേലെ ഉണ്ടെങ്കിൽ ഓർത്തോളണം, താമരയില വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കാൻ പഠിക്കണം. ഒരു തുളി വെള്ളം താമരയിലയിൽ ഒട്ടത്തില്ല. 50 കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ അതിൽ നിന്നൊക്കെ മാറാൻ പഠിക്കണം. അല്ലെങ്കിൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജഡരീ ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇങ്ങനെ ശരീരം, രാധാകേശവ്ജി 61. ഹരേ കൃഷ്ണ. അപ്പോ അത് കഴിഞ്ഞ് നമ്മൾ പ്രായം, ഈ വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി. സന്ധിവേദന. തലേന്ന് രാത്രി കിടന്നപ്പോ യാതൊരു പ്രശ്നവും ഇല്ല, രാവിലെ എണീക്കുമ്പോ കൈ ഉയർത്താൻ പറ്റുന്നില്ല, മുട്ട് മടങ്ങുന്നില്ല, സന്ധികൾ വേദനിക്കാൻ തുടങ്ങി. സതസന്ധി ജർജരം മൂഢാ ദുർമതേ കിം രസായനം പിബ. ശരീരത്തിലുള്ള 100 സന്ധികളും വേദനിച്ചു തുടങ്ങി. മൂഢാ, മടയാ, കിം രസായനം പിബ. മരുന്ന് എന്തിനാ നീ കുടിക്കാൻ പോകുന്നത്? ഇതുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല, ഇതുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. ശരീരം നമ്മളോട് സഹകരിക്കാത്തൊരവസ്ഥ. മനസ്സാണെങ്കിൽ അകത്ത് കിടന്ന് മറയാണ്, എല്ലാത്തിനും എതിർക്കുന്നു. നിരാശ, മക്കളെടുത്ത് ദേഷ്യം, ഭാര്യയെടുത്ത് ദേഷ്യം, കുടുംബാംഗങ്ങളെടുത്ത് ദേഷ്യം. ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്. മരണവും കാത്തിരിക്കും. അത് കഴിഞ്ഞ് കപിലൻ പറയുന്നു, അമ്മാ ഗിരിച്ചേട്ടാ 66 വയസ്സായോ? ഗിരിച്ചേട്ടന് 66 വയസ്സായാലും ഒരു 40 വയസ്സേ തോന്നിക്കത്തുള്ളൂ. അതുകൊണ്ട് ഗിരിച്ചേട്ടൻ വിഷമിക്കണ്ട, ഇനിയും കുറെ സമയമുണ്ട്. അപ്പോ അങ്ങനെ വാർദ്ധക്യവും കൂടെ കഴിഞ്ഞ് അമ്മയെടുത്ത് പറയാണ് കപില വാസുദേവൻ, ദേവഹൂതി മാതാവേ, ദുഃഖം അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. അടുത്തത് യമദൂതന്മാര് വരുന്നുണ്ട്. യമദൂതന്മാര് വന്നിട്ട് നമ്മളിങ്ങനെ കിടക്കയിൽ കിടക്കുമ്പോൾ ആ ആത്മാവിനെ, രഞ്ജന ഹരിദാസ് പ്രഭു 64 വയസ്സ്. രഞ്ജന ഹരിദാസ് പ്രഭു ഒക്കെ ഇപ്പോഴും ചെറുപ്പമാ. പ്രഭുയുടെ സൗണ്ട് ഒക്കെ മൈക്കേ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ആളാണ് രഞ്ജന ഹരിദാസ് പ്രഭു. അതിസുന്ദരമായി ശ്ലോകങ്ങളൊക്കെ ചൊല്ലി. ഇപ്പൊ തന്നെ പ്രഭു ഒരു ഡിറ്റാച്ച് ലൈഫല്ലേ, അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. അവസാനം അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് യമദൂതന്മാര് വന്ന് ആ പാശം കയറുകൊണ്ട് ആത്മാവിനെ അങ്ങ് പിഴുതെടുക്കും. അപ്പോ ആലോചിച്ച് നോക്ക്, ഒരു പുൽക്കൊടിയെ പറിച്ചെടുക്കുന്നത് എളുപ്പമാണോ, ആലിനെ പിഴുതെടുക്കുന്നത് എളുപ്പമാണോ? പുൽക്കൊടിയെ പറിക്കുന്നതാ ഏറ്റവും എളുപ്പം. കാരണം അതിന്റെ വേര് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഒരു പുല്ലിന്റെ വേര് ഇത്ര ചെറുതാ, ഒരു വലിച്ചാ വരും. ആലിന്റെ വേരോ അടുത്ത ഗ്രാമം വരെ പോയിട്ടുണ്ടാവും, അതിനെ പിഴുതെടുക്കാൻ പറ്റില്ല. അപ്പൊ എത്രയ്ക്കും ഒരു മനുഷ്യന് ആസക്തി ഉണ്ടോ, എന്റെ കുടുംബം, എന്റെ ഭൂമി, എന്റെ പ്രോപ്പർട്ടി, എന്റെ ചെറുമക്കൾ, അവരുടെ വസ്തു, അവരുടെ മകൻ, ഇതിങ്ങനെ വേര് പടർന്ന് പന്തളിച്ചിരിക്കുന്ന ആസക്തി ഉള്ളവൻ, അവന്റെ ആത്മാവങ്ങ് പിഴുതെടുക്കുമ്പോ വല്ലാതെ കടന്നവൻ പിടയ്ക്കും. അടുത്തുള്ള മക്കളുടെ കൈയെല്ലാം ഇറുകെ പിടിച്ചോളും. അപ്പൊ ചിലപ്പോ മരണ വീട്ടിലൊക്കെ പോയാൽ നമുക്കും അനുഭവം ഉണ്ടാവും. അയാൾ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കും, അവരെ നഖമൊക്കെ നമ്മുടെ കയ്യിൽ കയറി ഇത് ചെയ്യും, കയ്യും കട്ടിലൊക്കെ ഇറുകെ പിടിക്കും. പക്ഷെ യാതൊരു ദയയും ഇല്ലാതെ യമദൂതന്മാർ ആ ആത്മാവിനെ അങ്ങ് പിഴുതെടുക്കും. പിഴുതെടുക്കുമ്പോൾ ഭയന്ന് അമ്മാ അവൻ ചോരയും നീരും മലവും മൂത്രവും ഒരുമിച്ച് ഭയന്ന് വിസർജിക്കും. കപിലവാസുദേവൻ പറയാം, ഭയന്നിരിക്കും.
ഈ ക്ലാസ് കേട്ട് ആരും പേടിക്കേണ്ട, കാരണം അവസാനം ഇതിന്റെ ആൻസറും ഞാൻ പറയാം. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അങ്ങനെ ആത്മാവിനെ അങ്ങ് പിഴുതെടുക്കും. പിഴുതെടുത്തതിന് ശേഷം ഒരു ശരീരം ഈ യമദൂതന്മാര് തരും. ആ ശരീരത്തിന് യാതനാ ശരീരം എന്നാ പേര്. ഇപ്പൊ നമുക്ക് ഈ ശരീരമല്ലേ, ഇത് വന്ന് സ്ഥൂല ശരീരം, പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ സ്ഥൂല ശരീരം, ഭൂമി, ജലം, അഗ്നിവായു, ആകാശം, പഞ്ചഭൂത നിർമ്മിതമായ സ്ഥൂല ശരീരം. നമുക്കെല്ലാവർക്കും ഇനിയൊരു സൂക്ഷ്മ ശരീരവും കൂടെ ഉണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം കൊണ്ടുണ്ടാക്കിയ സൂക്ഷ്മമായ ശരീരം, മനസ്സിന്റെ ശരീരം. അതുകൊണ്ട് നമുക്ക് മരണം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിനെയാണ് നമ്മൾ കളയുന്നത്. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ സ്ഥൂല ശരീരത്തിനെയാണ് കളയുന്നത്. കളഞ്ഞിട്ട് ആത്മാവ് സൂക്ഷ്മ ശരീരത്തോട് യാത്ര തുടങ്ങുകയാണ് യമദൂതന്മാരുടെ കൂടെ. അപ്പൊ യമദൂതന്മാർ ഇനിയൊരു ശരീരം തരും, യാതനാ ശരീരം, വേദനിക്കുന്ന ശരീരം. എങ്ങനെയാണോ നമ്മൾ ജയിലിൽ പോയാൽ നമുക്കൊരു വെള്ള ഉടുപ്പ് തരുന്നത് പോലെ, നമ്പറൊക്കെ അടിച്ചിരിക്കും, നമുക്കൊരു ഉടുപ്പ് തരൂല്ലേ, അതേപോലെ യാതനാ ശരീരം എന്ന് ഇനിയൊരു ശരീരം തരും, വേദനിക്കാൻ വേണ്ടിയുള്ള ശരീരം. ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൈ ഒടിക്കും. കൈ ഒടിയത്തില്ല, പക്ഷെ കൈ ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന കിട്ടും. വേദനയ്ക്ക് വേണ്ടി മാത്രമുള്ള ശരീരമാണ്. കത്തി കൊണ്ട് മുറിക്കും, മുറിയില്ല, പക്ഷെ മുറിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന കിട്ടും. ഇങ്ങനെ 16 ദിവസം സാത്വികം നല്ല ജീവിതം നയിച്ച ആൾക്ക് 11 ദിവസം, പാപം കൂടുതൽ ചെയ്ത ആൾക്ക് 16 ദിവസം അയാളെ അടിച്ച് 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 യമന്റെ കോടതിയിൽ കൊണ്ടുപോകും. അടിച്ച് 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 അവൻ വേദന കൊണ്ട് നിലവിളിച്ച്, ബോധം സഹിക്കാൻ പറ്റാത്ത വേദനയാകുമ്പോൾ അവൻ ബോധം കിട്ടുകയും വീണ്ടും ബോധം ഉണരും. വേദന സഹിക്കാൻ പറ്റില്ല, ബോധം കിട്ടുപോകും. വീണ്ടും വേദന, ഉണരും, സഹിക്കാൻ പറ്റില്ല, ബോധം കെട്ടുപോകും. അവൻ വീണ്ടും വീണ്ടും ആ വേദന അനുഭവിച്ച് നരകത്തിലെത്തും. എന്റെ പ്രിയപ്പെട്ട മാതാവേ, എന്നിട്ടും തീരുന്നില്ല. യമൻ അവന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, എന്തൊക്കെ തെറ്റ്, ചെറിയ ഒരു കള്ളം പറഞ്ഞത് തൊട്ട് ചതിച്ചത് തൊട്ട് ഇങ്ങനെ വലിയ തെറ്റുകൾ എന്തൊക്കെയാ, മത്സ്യമാംസാദികൾ കഴിക്കുക, പശുവിനെ കൊല്ലുക, സ്വന്തം ഗുരുവിനെയും ഗുരുപത്നിയെയും അമ്മയെയും അച്ഛനെയും കൊല്ലുക, പശുവിനെ കൊല്ലുക, ചൂത് കളിക്കുക, മദ്യപിക്കുക, പിന്നെ മറ്റുള്ളവരുടെ ഭാര്യ ഭർത്താവിനോട് രഹസ്യ ബന്ധം വയ്ക്കുക. ഇതെല്ലാമാണ് മൂർധന്യ അവസ്ഥയിലുള്ള പാപം. അപ്പൊ അതനുസരിച്ച് കുംഭീപാകം, തഥൈവം, രൗരവം, മന്ദതാമിശ്രം എന്ന് പറയുന്ന വ്യത്യസ്തമായ നരകലോകങ്ങളിൽ ഇവനെ അങ്ങ് പറഞ്ഞു വിട്ടു. ഇപ്പോ പശുവിനെ തിന്നവൻ, അവനെ വന്നിട്ട് ഒരു ഇരുണ്ട അന്ധതാമിശ്രം, തമിശ്രം എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും താഴെ കിടക്കുന്ന നീചമായ സ്ഥലം, അന്ധതാമിശ്രം, ഇരുണ്ട ഒരു നീചമായ സ്ഥലം. അവിടെ കൊണ്ടുപോയി അയാളെ ഇട്ടേക്ക്. വന്യമൃഗങ്ങളുടെ ശബ്ദം ഇയാൾക്ക് കേൾക്കാൻ പറ്റും. പുലി, കടുവ, സിംഹം, മുതല, ചെലന്തി, പാമ്പ്, തേള്, ഇവയെല്ലാം ഇവന്റെ ദേഹത്ത് കയറും. പക്ഷെ ഇവന് കാണാൻ പറ്റില്ല, കാരണം ഇരുട്ട്. ഇവന്റെ ദേഹത്ത് കയറി ഇവന്റെ ശരീരത്തിനെ കടിച്ച് പറച്ചങ്ങ് തിന്നും. പക്ഷെ ഇവൻ മരിക്കില്ല, കാരണം ഇത് യാതന, വേദന അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള ശരീരമാണ്. ഇങ്ങനെ ഓരോ നരകലോകത്തിൽ കൊണ്ടുപോയി തെറ്റായ ബന്ധം വെച്ചിട്ട് ഇനിയൊരാളുടെ ഭാര്യയോ ഭർത്താവിനോ രഹസ്യ ബന്ധം, അങ്ങനെ ഉള്ളവര്, മോഷണം, ഇങ്ങനെ ദൈവത്തിന്റെ അമ്പലത്തിൽ മോഷ്ടിച്ചവർ, ദേവസ്വം, ദൈവത്തിന്റെ സ്വത്തിനെ അപകരിച്ചവർ, പശുവിനെ കൊന്നവർ. എല്ലാരും ക്ലാസ്സിലുണ്ടോ? അല്ല എല്ലാരും മൈക്ക് ഓഫ് ചെയ്തിട്ട് സ്ക്രീനൊക്കെ ഓൺ ചെയ്ത് വീട്ടിൽ പോയി ഉറങ്ങിയോ? കാരണം ഇന്നത്തെ ക്ലാസ് കുറച്ച് കൂടിപ്പോയോ എന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. എല്ലാരും പോയി ഉറങ്ങിന്നാ തോന്നണേ. ആരും ഇല്ലേ? എല്ലാരും ഉണ്ട്, റൈറ്റ്? അങ്ങനെ നരകലോകങ്ങളെല്ലാം അനുഭവിക്കും ആ ആത്മാവ്. അനുഭവിച്ച് അനുഭവിച്ച് അതിന് ഇന്ന് എത്ര ദിവസമൊന്നും കണക്കൊന്നുമില്ല. ഭാവം കൂടുതൽ അനുസരിച്ച് കാലങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും.
അതെല്ലാം ശിക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം അയാളെ അടുത്ത ഒരു ഗർഭത്തിനകത്ത് പ്രവേശിക്കും. അതൊരു വലിയ കഥയാണ്. അടുത്ത ഗർഭത്തിനകത്ത് പ്രവേശിക്കും. എങ്ങനെ? അവൻ ആത്മാവായി ശരീരമില്ലാതെ ഉറക്കാവസ്ഥയിൽ ഒരുപാട് കാലം അലഞ്ഞു നടക്കേണ്ടി വരും. എത്രയോ കാലം. അപ്പോ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഫീലിംഗ് ആണ്. നിങ്ങൾ എത്ര പേര് ക്യൂവില്, അതായത് നമ്മളൊരു അരമണിക്കൂർ ക്യൂവിൽ നിന്നു എന്ന് വെച്ചത്, ഈ ക്യൂവില് നമ്മൾ നിൽക്കുമ്പോ ഒരു വല്ലാത്ത ഒരു ഒരു അതിർത്തിയും ഒരു അസൗകര്യവും നമുക്ക് തോന്നാറുണ്ട്. എത്തി നോക്കും, എണ്ണി നോക്കും, ഈ 6 പേരുണ്ട്, 2 പേരുണ്ട്, ഈ ക്യൂ ഒന്ന് മുമ്പോട്ട് പോവുമോ, എപ്പോ പോവും, എത്തി നമ്മൾ ആ ക്യൂവിൽ നോക്കും. ചിലപ്പോ നമ്മൾ വരുമ്പോ അവര് കൗണ്ടർ അടച്ചു കളയും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഈ ക്യൂവില് ഒരു 10 മിനിറ്റ് നമുക്ക് വലുതായിട്ടൊന്നും പോയി നേടാനില്ല, അപ്പുറത്ത് പോയി വലിയ മലയൊന്നും മുറിക്കാനില്ല. എന്നാലും ആ 10 മിനിറ്റ് ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു അസൗകര്യമാണ് അല്ലേ ഈ ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു മനുഷ്യ ശരീരവും കാത്ത് നമ്മൾ ക്യൂവിൽ നിൽക്കും. മനുഷ്യ ശരീരവും കാത്ത് ക്യൂവിൽ നിൽക്കാൻ തുടങ്ങും. വല്ലാത്ത ഒരു അസൗകര്യമായിരിക്കും അത്. ദുർലഭം. മാനവജന്മ, മനുഷ്യനായി ജനിക്കുന്നത് അത്ര കഷ്ടമാണ്, ഈസിയല്ല. അപ്പൊ ആ ശരീരത്തിന് വേണ്ടി കാത്തിരിക്കും ഈ ക്യൂവിൽ നിൽക്കുന്നത് പോലെ. അങ്ങനെ എത്രയോ വർഷങ്ങൾ കഴിയുമ്പോഴാ ആത്മാവ് ഒരു അമ്മയുടെ ഗർഭത്തിനകത്ത് പ്രവേശിക്കുന്നത്. പിതാവിന്റെ 50 ബീജത്തിന്റെ വിത്തുകളിൽ ഇതും ഒന്ന്. അങ്ങനെ 50 ബീജമാണ് അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പ്രവേശിക്കുന്നത്. 50-ൽ 1 ഉണരും. അതാണ് ആ കുഞ്ഞ്. ബാക്കി 49 വീണ്ടും മനസ്സിൽ അടുത്ത ഊഴത്തിന് വേണ്ടി വീണ്ടും കാത്തിരിക്കും. മനുഷ്യ ശരീരത്തിന്റെ രീതി അതാണ്. ചിലപ്പോ 50-ൽ 2 ഉണരും. അതാണ് ഇരട്ടക്കുഞ്ഞുങ്ങൾ. 48 വീണ്ടും കളഞ്ഞുപോയി അടുത്ത ഊഴത്തിന് വേണ്ടി കാത്തിരിക്കും. റൈറ്റ്? ഇതില് ഒരു കാര്യമുണ്ട്, അതെനിക്ക് പറയണോ പറയണ്ടേ, കുറച്ചൊരു ഒരു 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 ചോദ്യചിഹ്നമാണ്. കുഞ്ഞുങ്ങൾ, വിവാഹ ജീവിതം, കുടുംബ ബന്ധം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. ഇന്ന് കാലത്ത് അങ്ങനെയല്ല. അപ്പോ ഈ ശരീരം കിട്ടാതെ വീണ്ടും വീണ്ടും ഊഴം തെറ്റിപ്പോകുന്ന അത്ര ആത്മാക്കളുടെ നിരാശയും ഇവർ ചുമക്കേണ്ടി വരും. ഓക്കെ, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മനസ്സിലാക്കിയവർ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെ ഈ ആത്മാക്കളുടെ നിരാശയെല്ലാം പാപമായിട്ട് ഈ രക്ഷകർത്താക്കളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വീഴും. മനസ്സിലായില്ല? ശരി, ഇനി എനിക്കിതിനെ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ 50 ബീജമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത്. അതിൽ 1 ജന്മം കൊള്ളുന്നു. അപ്പൊ എത്ര പേർക്ക് നിരാശയായി? 49 ആത്മാവിന് നിരാശയായി. പക്ഷേ കുഞ്ഞേ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾക്ക് നിരാശയുണ്ട്. അതും ഒരു പാപമാണ്. എനിവേ, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ അധികം പറയുന്നില്ല. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 30-31 അധ്യായവും മനസ്സ് വെച്ച് വായിച്ചാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് ആത്മാവ് വയറ്റിനകത്ത് വന്നു കഴിഞ്ഞു. ആത്മാവ് അബോർഷൻ ചെയ്യുന്നതും വലിയ പാപമാണ്. അത് കൊലപാതകം തന്നെയാണ്. ഇന്ന് കാലത്ത് നമ്മളെല്ലാവരും, നമ്മളിൽ പലരും ഈ പാപത്തിനൊക്കെ ഇരയായിട്ടുണ്ട്, പലതരത്തിലും. അപ്പൊ പിന്നെ ഈ കുഞ്ഞ് ഗർഭത്തിനകത്ത് വളരാൻ തുടങ്ങുന്നു. 3-ാം മാസം, 2-ാം മാസം അവയവങ്ങൾ, കണ്ണ്, ചെവി, കാത്, ഇങ്ങനെ വെച്ച് 5-ാം മാസം ആകുമ്പോ ഈ കുട്ടി ഉണർന്നു കഴിഞ്ഞു. 5-ാം മാസം കുട്ടി ഉണർന്നു കഴിഞ്ഞു. മഞ്ജറി ഇല്ല, 3rd കാൻട്ടോ 3-ാം സ്കന്ധത്തിൽ 30-31, 31-32 അല്ല, 30-31 2 അധ്യായങ്ങൾ. അതിന്റെ വിശദീകരണം വ്യാഖ്യാന സഹിതം അത് വായിക്കണം.
പിന്നെ കുഞ്ഞ് വയറ്റിനകത്ത് രൂപം കൊള്ളാൻ തുടങ്ങി. ഈ കുഞ്ഞിന്റെ ആദ്യത്തെ സഹോദരന്മാരാരാണെന്ന് പറയുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദരത്തിനെ പങ്കുവച്ചവർ എന്നാണ് അർത്ഥം. ഒരു ഗർഭപാത്രത്തിനെ പങ്കുവച്ചവരാണ് സഹോദരൻ സഹോദരിമാർ. അപ്പൊ ആദ്യത്തെ സഹോദരൻ എന്ന് പറയുന്നത് പുഴുക്കളാണ്. എന്റെ ഫസ്റ്റ് ബ്രദേഴ്സ്, എന്റെ സിബ്ലിങ്സ്, എന്റെ കൂടെ ജനിച്ചവർ, എന്റെ യഥാർത്ഥ സഹോദരന്മാർ ആരും ചോദിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും യഥാർത്ഥ സഹോദരന്മാർ പുഴുക്കളാണ്. കാരണം നമ്മൾ പുറത്തു വന്നപ്പോൾ കൂടെ കുറച്ച് പുഴുക്കളും പുറത്തു വന്നു. ഒരു ഗർഭപാത്രത്തിനകത്ത് നമ്മളോട് കിടന്നത് ഞാനും മറ്റു പുഴുക്കളുമാണ്. ഈ പുഴുക്കളുടെ ഭക്ഷണം ഏതാ? ഞാനാണ്. എന്നെയാണ് അവര് കടിച്ച് 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 കടിച്ച്. ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ചൊറിയാൻ പറ്റുമോ? പുഴുവിനെ തട്ടി ഓട്ടിക്കാൻ പറ്റുമോ? ആ വേദന നിരന്തരം ഈ പുഴുക്കൾ. ഇതിൽ അമ്മ കുറെ സ്വീറ്റ് കഴിക്കുന്ന അമ്മയാണെങ്കിൽ കുറെ പുഴുക്കൾ ഉണ്ടാവും. ഈ പുഴുക്കള് ഈ നിരന്തരം, ഇതെല്ലാം കപില വാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത, ഗർഭത്തിനകത്ത് യഥാർത്ഥ സഹോദരന്മാരായ പുഴുക്കൾ എന്നെ വീണ്ടും 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 കടിച്ച്, ഞാനാണെങ്കിൽ എന്താ പറയാ, ഇരുണ്ട് കൂണ്ടിനകത്ത് കിടക്കുന്ന തടവുകാരനെ പോലെ, അതും തലകുത്തനെയാ കിടക്കുന്നത്, നേരെയോ അല്ല. എന്നെ തന്നെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റാതെ, സഹായിക്കാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ കിടന്ന് പൊളഞ്ഞ് വലത്തോട്ടവൻ ചരിയാൻ തുടങ്ങുന്നു. ആ കുട്ടി എത്ര സുന്ദരമായിട്ടാ പറയുന്നത്, സയൻസ്. ആ കുട്ടി വലത്തോട്ട് ചരിയാൻ തുടങ്ങി. ആ ഗർഭത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞിനും അമ്മയ്ക്കുമുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടിയിലുള്ള ബന്ധമാണ്. ആ കുഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോൾ 100-ൽ 1 കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൾ കൊടി കയറി ഇറുകും. ഇന്നൊക്കെ സിസേറിയൻ ചെയ്ത് കുഞ്ഞുങ്ങളെ എടുക്കാറുണ്ട്. പണ്ട് കാലത്ത് 10 പ്രസവിച്ചാൽ 2 മരിച്ചു പോകും. അതാണ് പഴയ കാലത്തിന്റെ കണക്ക്. 1950-ഉം 60-ഉം കാലഘട്ടങ്ങളിൽ എല്ലാ അമ്മമാരും 10-12 കുഞ്ഞുങ്ങൾ പ്രസവിക്കും. അവരെടുത്ത് പോയി കണക്ക് ചോദിച്ചറിയാം. ഞാൻ 10 പ്രസവിച്ചു, അതിൽ 3 എണ്ണം മരിച്ചു, 2 എണ്ണം മരിച്ചു. ഇങ്ങനെയാണ് അവരുടെ കഥ. എന്താണ്? 100-ൽ 1 കഴുത്തിൽ എന്താകും? അമ്മയുടെ തന്നെ സ്വന്തം പൊക്കിൾ കൊടി കയറി കുരുങ്ങും. തീരുന്നില്ല. ഈ ജനനം എന്ന് പറയുന്ന വേദന തീരുന്നില്ല. ഇന്നൊക്കെ അങ്ങനെയല്ല. അത് സ്കാൻ ചെയ്തും സിസേറിയൻ ചെയ്തും കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇന്ന് കാലത്ത് രക്ഷിക്കാറുണ്ട്. പക്ഷെ അന്ന് കാലത്ത് പൊക്കിൾ കൊടി കൊണ്ട് ജഡമായി വെളിയിൽ വരും. ഇനി പൊക്കിൾ കൊടി കുരുങ്ങാതെ അവൻ രക്ഷപ്പെട്ട് ജനിക്കുകയാണെങ്കിൽ 7-ാം മാസം തൊട്ട് അവൻ വല്ലാത്ത ഒരു പ്രഷറിലാണ് കുഞ്ഞു പുറത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കപില വാസുദേവൻ അമ്മയ്ക്ക് ഉപദേശിക്കുന്നത്. തടവുകാരൻ കിടക്കുന്നത് പോലെയാണ് ഗർഭത്തിനകത്ത് ആ കുഞ്ഞ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് 9 മാസം തികയുമ്പോൾ കുട്ടി പുറത്തു വരും. റൈറ്റ്? ഇത്രയും ദിവസം കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ബന്ധം ആ പൊക്കിൾ കൊടിയിൽ കൂടെയാണ്. അമ്മ വന്നിട്ട് എന്ത് കഴിച്ചാലും ഭക്ഷണം ആ പൊക്കിൾ കൊടിയിൽ കൂടെയാണ് കുഞ്ഞിന് പോകുന്നത്. പ്രാണവായു ആ പൊക്കിൾ കൊടിയിൽ കൂടെയാണ് കുഞ്ഞിന് പോകുന്നത്. എല്ലാം ഒറ്റ ട്യൂബിലാണ്, ഒരു എൻട്രിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അമ്മ പുളിയുള്ളതും എരിയുള്ളതും ഇതൊക്കെ കഴിക്കുമ്പോ, ആ എരിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ, പ്രത്യേകിച്ചും ഇന്ന് കാലത്ത് എല്ലാവരും കഴിക്കൂലേ ചൂട് ചമ്മന്തി, എരിയുള്ള ചമ്മന്തി, ഉള്ളി വട, മുളക് ബജ്ജി. ഈ കുഞ്ഞിന്റെ ദേഹമെല്ലാം എരിയാൻ തുടങ്ങി. പച്ചമുളക് എടുത്ത് നമ്മളെ മേലെ തേച്ച് നോക്കി അറിയാലോ, ഭയങ്കര നീച്ചലായിരിക്കും, എരിയും. കുഞ്ഞിന്റെ ദേഹവും എരിയാൻ തുടങ്ങി. അവൻ അകത്ത് കിടന്ന് മറയാനുള്ള ശ്രമത്തിലാണ്. അപ്പോ ആ ശ്ലോകം പറയുന്നു, കൃഷ്ണ പ്രണാമി പ്രണാമി പ്രണാമി, ഞാൻ വീണ്ടും വീണ്ടും സത്യം ചെയ്യാൻ, ഭഗവാനെ ഭഗവാനെ സത്യം ചെയ്യാം, സത്യം ചെയ്യാം, ഇനിയൊരു ജന്മം ഞാൻ എടുക്കില്ല, ഇത് എന്റെ അവസാനത്തതാണ്, അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞാൻ ഇനി വെളിയിൽ പോയാൽ മറക്കില്ല, പ്രണാമി പ്രണാമി, ഞാൻ പ്രണമിക്കുന്നു, നമസ്കരിക്കുന്നു, എനിക്ക് ഇനി ഒരു ജന്മം വേണ്ട എന്ന് നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും ഭഗവാന്റെ അടുത്ത്. എനിക്ക് വേണ്ട, ഇനി മതി 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 എന്ന് വീണ്ടും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. അത് കഴിഞ്ഞ് ആ കുഞ്ഞ് പുറത്തു വരും. പുറത്തു വന്ന ഉടനെ ആ പൊക്കിൾ കൊടിയെ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് ജഡമാണ്, ചത്തുപോയി, ജീവനില്ല, മരിച്ചുപോയി, ജഡം. കാരണം ആ കുഞ്ഞ് ഇത്രയും കാലം ശ്വസിച്ചതും എല്ലാം ഈ പൊക്കിൾ കൊടിയിൽ കൂടെയില്ല. ആ പൊക്കിൾ കൊടി കട്ടായാൽ
കുഞ്ഞ് ജഡമാണ്. അത് കഴിഞ്ഞ് ഈശ്വരൻ പറയുന്നു, ആത്മാവെ ശ്വസിക്കൂ. ആ കുഞ്ഞ് ശ്വാസം വലിക്കും താനെ. യന്ത്രാരുഢാനി, ആ യന്ത്രത്തിനെ, ഒരു കാറിനെ താക്കോലിട്ട് സ്റ്റാർട്ട് ചെയ്തതുപോലെ ആ മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങി. ചിലർക്ക് അപ്പോഴും വർക്ക് ചെയ്യില്ല. നഴ്സുമാരെടുത്ത് കുഞ്ഞിനെ തലകുത്തിനെ പിടിച്ച് 2 തട്ടുമ്പോ എല്ലാ ലങ്സും എല്ലാം ആദ്യത്തെ ശ്വാസം വലിച്ച് ഈ യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങി. പിന്നെ ഒരു കൊല്ലം നിലത്ത് കിടക്കുന്നു. കൊതുക് കടിച്ചാൽ ചൊറിയാൻ പറ്റൂല, ഉരുളാൻ പറ്റൂല, തിരിയാൻ പറ്റൂല, നടക്കാൻ പറ്റൂല. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തത് അമ്മ എന്ത് തന്നാലും കഴിച്ചേ പറ്റൂ, വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ചു കാലം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ആ കുഞ്ഞ് പതുക്കെ 10 വയസ്സ് ബാലസ്താവ ക്രീഡാസക്ത കളിച്ച് കളി. ചിലപ്പോ നമുക്ക് വിചാരിക്കും, ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ക്ഷീണം വരൂല്ലേ, ഇവർക്ക് ഉറക്കമില്ലേ, ഇവർക്ക് തളരൂല്ലേ? നമ്മൾ അതിശയിച്ചു പോകും. കളി. രാവിലെ കണ്ണ് തുറങ്ങിയ രാത്രി 12-1 മണി വരെ കുഞ്ഞുങ്ങൾ കളിക്കും. നമ്മൾ അതിശയിക്കാറുണ്ട്, ഈ എപ്പോ നോക്കിയാലും കളി. ബാലസ്താവ ക്രീഡാസക്ത കളിച്ചിരിക്കും അവർ. പിന്നെ ഒരു 12 വയസ്സ് ആ കുട്ടിക്ക്. കപിലവാസുദേവൻ പറയുന്നു, അമ്മാ, ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കെണി, ട്രാപ്പ്. അവൻ 12 വയസ്സാകുമ്പോൾ അവനും അവളുടെയും ഹൃദയത്തിൽ ഉറങ്ങിക്കിടന്ന കാമം ഉണരാൻ തുടങ്ങി. കാമത്തിനെ ഒരു ഉറങ്ങുന്ന സിംഹമായിട്ടാ പറയുന്നത്. എല്ലാവരുടെ മനസ്സിലുണ്ട് കാമം, എല്ലാവരുടെ മനസ്സിലുണ്ട്. അതിനെ ഉണരാനുള്ള അവസ്ഥ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണരും. സിംഹം ഉണർന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമ്മളെ സിംഹത്തിന് 2 പേരെയും പിടിച്ച് ഒരു കൂട്ടിനകത്തിട്ടു. സിംഹം ഉറങ്ങിക്കിടക്കുക. നമ്മൾ 2 പേര് കൂട്ടിലുണ്ട്. ഈ സിംഹം ഉണർന്നാലുള്ള അവസ്ഥയെ ആലോചിച്ച് നോക്കണം, എന്തായിരിക്കും? നമ്മളെ ആദ്യം അത് കഴിച്ചിട്ട് പോകും, അല്ലേ? അത് ഉറങ്ങുന്നത് വരെയും എനിക്ക് ഒരു കുഴപ്പമില്ല. കാമം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉറങ്ങുന്ന സിംഹമാണ്. നല്ല ഒരു റൊമാൻറ്റിക് സിനിമ കണ്ടാൽ ഈ സിംഹം ഉണരും. വേറെന്തെങ്കിലും കേട്ടാ ഇത് ഉണരും. ഇതിനെ ഉറക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. 12 വയസ്സ് 13 വയസ്സാകുമ്പോൾ ആ പെൺകുട്ടിയുടെയും ആ ബോയിന്റെയും ഹൃദയത്തില് ഈ ഉറങ്ങിക്കിടക്കുന്ന സിംഹം ഉണരാൻ തുടങ്ങി. റൈറ്റ്? അമ്മ അതിസുന്ദരമായ ശ്ലോകം പറയുന്നു, ഈ സിംഹത്തിലിരുന്ന് ബ്രഹ്മാവും ശിവനും പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് കപിലവാസുദേവൻ ദേവഹൂതി എടുത്ത് പറയുക. ഈ സിംഹത്തിൽ നിന്ന് ആര് രക്ഷപ്പെട്ടിട്ടില്ല? ബ്രഹ്മാവ്, പരംപിത, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ആദ്യത്തെ ജീവാത്മാവ് ബ്രഹ്മദേവനും മഹാദേവനും പോലും രക്ഷപ്പെട്ടിട്ടില്ല. അവർ 2 പേരും ഓരോരു പ്രാവശ്യം കുടുങ്ങി. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയപ്പോൾ സരസ്വതി ദേവിയെ സൃഷ്ടിക്കുകയും സരസ്വതി ദേവിയുടെ അതീവ സൗന്ദര്യം കണ്ടിട്ട്, സരസ്വതി ദേവി സൃഷ്ടിച്ച് കുറച്ച് കഴിഞ്ഞ ഉടനെ സരസ്വതി ദേവിയുടെ അതീവ സൗന്ദര്യം കണ്ടിട്ട് സരസ്വതി ദേവിയുടെ പുറകെ ഓടാൻ തുടങ്ങി. സരസ്വതി ദേവി ഒരു മാനായിട്ടും, എന്താ പറയാ, പെൺമാനായിട്ടും ബ്രഹ്മാവ് ആൺമാനായിട്ടും ഇതിന്റെ പുറകെ ഓടാൻ തുടങ്ങി. ദേവന്മാരെല്ലാം ചുറ്റി നിന്ന് പരിഹസിച്ചു ചിരിച്ചു. ബ്രഹ്മാവിന് ഇതിനേക്കാളും വലിയൊരു നാണക്കേടില്ലായിരുന്നു. ബ്രഹ്മാവ് വന്ന് തന്റെ മനസ്സിനെ എടുത്ത് കത്തിച്ചു കളഞ്ഞ് പുതിയ മനസ്സിനെ സ്വീകരിച്ചു. അതേപോലെ മോഹിനി അവതാരം മഹാദേവനെ ഒരു തവണ കബളിപ്പിച്ചു. അപ്പോ പരമദേവന്മാർക്കും അവര് പോലും ഇതിൽ രക്ഷപ്പെടാം. പിന്നെ അവർക്കൊക്കെ ഒരു പരീക്ഷണേ ഉള്ളൂ, നമുക്കൊക്കെ 24 മണിക്കൂറും പരീക്ഷണമാണ്. ബ്രഹ്മാവും ശിവനും പോലും ഇതിലിരുന്ന് രക്ഷപ്പെട്ടില്ല. അമ്മയെടുത്ത് പറയാണ് കപിലവാസുദേവൻ, ദേവഹൂതി മാതാവേ, ഇതിൽ ആരും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ വരി പറയുന്നു, ഫലം മേ പശ്യമായ സ്ത്രീമായ ജായിനോ ദിശം. എന്റെ മായാശക്തിയിലെ വെച്ച് ഏറ്റവും ശക്തിയുള്ളത്, ശക്തി കൂടിയ മായ, ഫലം മേ പശ്യമായ, ഭഗവാൻ പറയാ, കപിലവാസുദേവൻ പറയാ, എന്റെ മായാശക്തിയിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മായ, ഫലം മേ പശ്യമായ സ്ത്രീമായ ജായിനോ ദിശം. ആണിന് പെണ്ണും
പെണ്ണിന് ആണും. ഈ മായയാണ് ഏറ്റവും ശക്തിയുള്ള മായ. യ കരോതി പദക്രാന്തം ബ്രുവിജിംബ്രേന കേവലം. ഈ മായ ഒരാളെ ഇനിയൊരു ആളുടെ കാലിൽ വീഴ്ത്തിക്കും. ആണിനെ പെണ്ണിന്റെ കാലിൽ വീഴ്ത്തിക്കും, പെണ്ണിനെ ആണിന്റെ കാലിൽ വീഴ്ത്തിക്കും. ബ്രുവിജിംബ്രേന കേവലം. അതിന് പ്രത്യേകിച്ച് ഒന്നും ജോലി ചെയ്യണ്ട. ഈ പിരിയം മാത്രം ഒന്ന് അനക്കിയാൽ മതി. കപിലവാസുദേവൻ അമ്മയ്ക്ക് പറയാ, അമ്മാ, ഈ പ്രപഞ്ചത്തിലെ വെച്ച് ഏറ്റവും ശക്തിയുള്ള മായ എന്താണെന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണും പെണ്ണിന് ആണും. ഇത് ഒരാളെ ഇനിയൊരാളുടെ കാലിൽ വീഴ്ത്തിക്കും. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. ബ്രുവിജിംബ്രേന കേവലം. ഈ ഇത് മാത്രം ഒന്ന് അനക്കിയാൽ മതി. ഇതിന്റെ പ്രഭാഷണത്തിൽ പ്രഭുപാദർ വന്നിട്ട് ക്ലിയോപാട്രയുടെ കഥ പറയുന്നുണ്ട്. ഈ രാജ്ഞി തന്റെ യുദ്ധമൊന്നും ചെയ്യില്ല, സൗന്ദര്യം കൊണ്ട് തന്നെ ലോകരാജാക്കന്മാരെ എല്ലാം തന്നെ വശത്താക്കി വെച്ചിട്ടുണ്ട്. ക്ലിയോപാട്ര. ഈ ക്ലിയോപാട്രയുടെ കഥയെ ഉദാഹരണമായി പറയാണ്. ബ്രുവിജിംബ്രേന കേവലം. ഇതാണ് ആ മായ. ബ്രഹ്മാവും ശിവനും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. ഏറ്റവും വലിയ മായയാണ്. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം, രണ്ട് ജീവാത്മാക്കളും പരിശുദ്ധരാണ്. പുരുഷനും പരിശുദ്ധനാണ്, സ്ത്രീയും പരിശുദ്ധയാണ്. പക്ഷെ ചേരുമ്പോൾ ഇല്ലേ, തീയും നല്ലതാണ്, വെണ്ണയും നല്ലതാണ്. അത് രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും എല്ലാ ഗുണാതിശയങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ചേർന്നാലോ വേസ്റ്റായി. അപ്പോ ഈ ഒരു ആസക്തിയാണ് ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്നത് എന്ന് പറഞ്ഞ് ഇതിൽ. എന്നാ ശരി, അങ്ങനെ ഒരു ആസക്തിയിൽ ഈ പ്രപഞ്ചത്തിൽ ആരെങ്കിലും തൃപ്തരായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മാതാവേ, അതിലും ആരും തൃപ്തരായിട്ടില്ല. അൺസാറ്റിസ്ഫൈഡ് റിലേഷൻഷിപ്പ്. ഈ പ്രപഞ്ചത്തിൽ ഭാര്യയെ 100% തൃപ്തിപ്പെടുത്തിയ ഭർത്താവുമില്ല, ഭർത്താവിനെ 100% തൃപ്തിപ്പെടുത്തിയ ഭാര്യയുമില്ല. എല്ലാ റിലേഷൻഷിപ്പും അൺസാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ഇത്രയും പറഞ്ഞപ്പോ ദേവഹൂതി മാതാവ് പറയുന്നു, കപില, നീ പറയുന്നതെല്ലാം കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് ഭയമാകും. എന്റെ മനസ്സ് നേരത്തെ ഉണ്ടായിരുന്ന വിഷമത്തിനേക്കാളും നിന്റെതെല്ലാം കേട്ടിട്ട് 1000 ഇരട്ടി വിഷമം വർദ്ധിച്ചു കഴിഞ്ഞു. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ എന്റെ ഗതി എന്താകും? ഞാൻ ഇങ്ങനെ പ്രേതമായിട്ടോ അലയുമെന്നോ? വീണ്ടും വീണ്ടും എന്താ നീ പറഞ്ഞു വരുന്നത്? അപ്പൊ കപിലവാസുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ, ഞാൻ ഇതുവരെ പറഞ്ഞത് 100% സത്യമാണ്. ഇനി പറയാൻ പോകുന്നതും 100% സത്യമാണ്. ഇതെല്ലാം ഇത്രയ്ക്ക് രൂക്ഷമാണെങ്കിലും നിന്റെ ഹൃദയത്തിൽ ശ്രീമൻ നാരായണന്റെ തൃപ്പാദം സദാസമയം ഇരിക്കുകയെ, നിന്റെ നാവിൽ ഭഗവത് നാമം സദാസമയം ജപിക്കുകയാണെങ്കിൽ നീ ഈ ഒരു ട്രാപ്പിലും കുടുങ്ങില്ല. ഇതാണ് സൊല്യൂഷൻ. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞതെല്ലാം 100% സത്യമാണ്. എന്നിരുന്നാലും നമ്മുടെ ഹൃദയത്തിൽ സദാസമയം ഭഗവത് നാമം നമ്മൾ ഉരുവിടുകയും നാമം ജപിക്കുകയും ചെയ്ത് ഒരു ഗൃഹനാഥൻ എന്താ ചിന്തിക്കാന്ന് വെച്ചാൽ, എന്റെ ഭാര്യ, എന്റെ മക്കൾ, ഇതെല്ലാം ഒരു പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടത്തിന്റെ തോട്ടക്കാരൻ ഞാനാണ്. അപ്പൊ ഈ പൂക്കൾക്കൊക്കെ നല്ല വെള്ളമൊഴിച്ച്, ചെടികൾക്ക് വളമിട്ട്, സംരക്ഷിച്ച്, കൃമികീടങ്ങൾ നശിപ്പിക്കാതെ, മറ്റ് ജീവജാലങ്ങൾ നശിപ്പിക്കാതെ ഈ പൂന്തോട്ടത്തിനെ കാത്ത് രക്ഷിച്ച് ഈ പൂക്കളെല്ലാം പറിച്ച് അവസാനം ദൈവത്തിന്റെ തൃപ്പാദത്തിൽ വെക്കണം. ഇതാണ് ഈ തോട്ടക്കാരന്റെ ജോലി. ഇതാണ് ഓരോ കുടുംബാംഗത്തിന്റെയും ചിന്തയായിരിക്കണം. എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ ഭർത്താവ്, എന്റെ മക്കള്, എന്റെ മാതാപിതാക്കള്, എന്നെ ആശ്രയിച്ചിരിക്കുന്നവർ, ഇവരെല്ലാം എന്റെ പൂന്തോട്ടമാണ്. ഇവരെ ഞാൻ ചൂഷണം ചെയ്യരുത്, നശിപ്പിക്കരുത്. അവരെ പരാമരിച്ച്, അവരെ പ്രൊട്ടക്ട് ചെയ്ത്, വെള്ളമൊഴിച്ച്, വളവിട്ട്, വളർത്തി, മറ്റ് ശത്രുക്കളിൽ ഇരുന്ന് സംരക്ഷിച്ച് ഈ പൂക്കളെ ദൈവത്തിന്റെ തൃപ്പാദത്തിൽ കൊടുക്കും. ഇതാണ് സൊല്യൂഷൻ. ഗൃഹനാഥന്റെ കർത്തവ്യം ഇതാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവൻ ഒരിക്കലും പിതാവാകരുത് എന്നാണ് ഋഷഭദേവൻ പറയുന്നത്. പിതാന സസ്യത്. കുഞ്ഞുങ്ങളെ ദൈവത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റാത്ത സ്ത്രീ മാതാവാകരുത്. ജനനീന സസ്യത്. ശിഷ്യന്മാരെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുപോകാൻ സാധിക്കാത്ത വ്യക്തി സസ്യത്. ഇതാണ് സൊല്യൂഷൻ. പൂർണ്ണമായ കൃഷ്ണഭക്തി സ്വീകരിക്കുക, നാമം ജപിക്കുക,
ഭഗവാനെ സേവിക്കുക. ഇതെല്ലാം അതുപോലെ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ഇന്നത്തെ കടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി. അടുത്ത ആഴ്ച തൊട്ട് ഇങ്ങനെ ഒന്നും പറയൂല. ഇന്ന് എടുത്ത വിഷയം കുറച്ച് കൂടിയ വിഷയമായിപ്പോയി. എന്നാലും ഇത് സത്യമാണ്, മനസ്സിൽ വെക്കുക. ഭക്തിയാണ്, നാമജപമാണ് നമ്മൾ ഏവരെയും രക്ഷിക്കുന്ന ഒരേ ഒരു സൊല്യൂഷൻ. അതുകൊണ്ട് നാമജപം ചെയ്യുന്നവർ ശക്തമായും കൂടുതൽ കൂടുതൽ ജപിക്കുക, ഭാഗവതം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക. ജീവിതത്തിന്റെ ഒരേ ഒരു ഇൻഷുറൻസ് ഭക്തിയാണ്. അതുകൊണ്ട് അതിനെ ദൃഢമാക്കി പിടിക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും